ഗായ്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്നെൻ്റെ പുത്രന് വേണ്ടിയുള്ള അൺബോക്സിംഗ് ആണ് ഇവിടെ നടക്കണത്. ഈ മന്ത് ആക്ടിവിറ്റീസിൽ അവന് പൂൾ ഡേ ഉണ്ട്. അപ്പോൾ പൂൾ ഡേയിലേക്കുള്ള കോസ്റ്റ്യൂംസ് ഒന്നും വേദുവിന് ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തിട്ട് 6-7 ഡേയ്സ് ആയപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വന്നു ഗൈസ്. ഇതായിരുന്നു സാധനം. നല്ല സെക്യൂർ ചെയ്ത് ഓരോ സിപ്പ് ബ്ലോക്ക് കവറിലായിട്ടാണ് ഓരോ സാധനങ്ങളും ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ കണ്ണാടിയാണ് ഗൈസ് എടുത്തത്. വെള്ളം തട്ടാതൊക്കെ ഇരിക്കാനാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അത് എത്രത്തോളം വർക്കിംഗ് ആയിരിക്കും എന്നുള്ളത്, കാരണം ഞാനിത് വെച്ച് നോക്കിയിട്ടില്ല. ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. സൈഡിൽ ഇങ്ങനെ നമ്മുടെ വാച്ചിനൊക്കെ ഉള്ള പോലത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ്. എനിക്കിടാൻ പറ്റും. പിന്നെ വേറൊരു സിപ്പ് ലോക്ക് കവറിൽ നമ്മുടെ ക്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവൻ്റെ തലയിൽ കൊള്ളില്ല, പക്ഷേ ഇത് സ്ട്രെച്ചബിളാണ് ഗെയ്സ്. ഇതിന് ഇടാൻ അതിൻ്റെതായ രീതിയൊക്കെ ഉണ്ട്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേക മണമായിരുന്നു. ഞാൻ അവൻ്റെ തലയിൽ അപ്പം തന്നെ കുത്തി വിളിച്ചിടാൻ നോക്കി, പക്ഷെ അത് കയറുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവരതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഇടിയിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ. അതനുസരിച്ച് ചെയ്തപ്പോൾ വേഗം തലയിലേക്ക് കയറി. ഞാനും അവനും ഒരു മൽപ്പിടുത്തം തന്നെയായിരുന്നു കേസ് ആ ക്യാപ്പും വെച്ച്. പിന്നെ ഇത് ഇത്തിരി സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അറിയാമല്ലോ, ക്യാപ്പും ഫുള്ള് ഇതായിട്ട് നിൽക്കും. പിന്നെ ഇവൻ്റെ തല പണ്ട് മുതലേ കുറച്ച് വലിയ തലയാണ്, കണ്ടില്ലേ? എത്ര നോക്കിയിട്ടും അത് ഇടാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് തോന്നി സെൻറ്റർ അതായത് തലയുടെ മോൾ ഭാഗത്തൊക്കെ കുറച്ച് ലൂസായിട്ടാണ് നിൽക്കുന്നത്. അത് മര്യാദയ്ക്ക് ഇടാൻ അറിയാത്തതിൻ്റെതായ ഒരു കുഴപ്പമാണ്, കണ്ടില്ലേ? ഇടാൻ എനിക്കറിയില്ല കേസ്, അതുകൊണ്ടാണ്. പിന്നെ തല നിറച്ച് മുടിയാണ് ഈ ചെറുക്കൻ്റെ, അത് വേറൊരു സംഭവം. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു രൂപത്തിൽ ഞാൻ അത് ഇട്ടങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അതൊക്കെ മതി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിട്ട് ഞാൻ അടുത്തത് എടുക്കാൻ നിന്നു. അപ്പോഴത്തേനും ആ ചെറുത് വന്ന് അതിൻ്റെ ഉള്ളിലത്തെ സകലമാന സംഭവങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ബേക്കറ്റിൽ വന്നിട്ട് ഷോർട്ട്സ് ആയിരുന്നു. അത് വന്നിട്ട് ഇങ്ങനെ കെട്ടാൻ പറ്റുന്ന ടൈപ്പായിരുന്നു, കുറച്ച് എലാസ്റ്റിക് ആ ടൈപ്പായിരുന്നെങ്കിൽ പിള്ളേർക്ക് ഒറ്റയ്ക്ക് ഇടാനൊക്കെ പറ്റുമായിരുന്നു. അത് മാത്രം കുറച്ച് ഡിസപ്പോയിൻറ്റഡായി. അതർവൈസ് അടിപൊളി സാധനമാണ്. മെറ്റീരിയലും വെള്ളത്തിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ, നല്ല പ്രിൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതേ മൊത്തം ഔട്ട്ഫിറ്റ് അവനെ കൊണ്ട് ഞാൻ ഇടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഏരിയയൊക്കെ ഞാൻ നല്ല രീതിക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് പാകത്തിനായിട്ട്. ബെസ്റ്റ് ക്വാളിറ്റി എന്നൊന്നും പറയാനില്ലെങ്കിലും 300 ആ റേറ്റിനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇനി ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കത്തലോൺ പോലുള്ള നല്ല സാധനങ്ങൾ അവിടെ പോയി എങ്ങാനും മേടിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കുട്ടിയും ഹാപ്പി, ഞാനും ഹാപ്പി. അത്രയേ ഉള്ളൂ.